Hello everyone, welcome back to the channel. 48 Laws of Power by Robert Greene. വളരെയധികം ബോൾഡ് ആയിട്ടുള്ള, അൺഫിൽറ്റേഡ് ആയിട്ടുള്ള, എന്നാൽ അതേപോലെ തന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണത്. ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇൻ്റർനെറ്റിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വളരെയധികം സംസാരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണത്. മെയിൻലി നമ്മളിതിനെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ ഇതെങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആളുകൾ ഇത് വായിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുന്നുണ്ട്. ഇതിൻ്റെ അഭിപ്രായത്തിൽ, ഇതിൻ്റെ ഒരു റിവ്യൂവിൻ്റെ ബേസിൽ ഇത് ആളുകൾക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മെയിൻലി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്, ലൈഫ് ചേഞ്ചിങ് ആണ്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പവർ എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് ആ ഒരു പവർ എന്നുള്ളൊരു ഫാക്ടറിനെ എങ്ങനെയാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നത്, എന്നാൽ അത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം നമ്മളൊരു കാഴ്ചപ്പാടിനെ എത്രത്തോളം സ്വാധീനിക്കും എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു പുസ്തകം ഇറക്കാനേ പറ്റില്ല, ഇതിൻ്റെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ ഒരു എത്തിക്സിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്ന മറ്റൊരു വിഭാഗം ഓഡിയൻസും മെയിൻലി ഇതിനകത്തുണ്ട്. 48 നിയമങ്ങളെക്കുറിച്ച് പുസ്തകം സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഓരോ നിയമത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ നിയമവും നറേറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസിലൂടെയും ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെയും ഉദാഹരണത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിലെ ഓരോ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ്, അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് ഫോളോ ചെയ്യുന്നതിലൂടെ, ആ ഒരു എക്സാമ്പിൾസ് ഫോളോ നിയമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അത് ഫോളോ ചെയ്യാതിരിക്കുന്നത് മൂലം അല്ലെങ്കിൽ അത്തരം ലോസ് എന്ന് പറഞ്ഞ് ഡിസൊബേ ചെയ്യുന്നത് മൂലം ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിയമം നമ്മൾ വായിക്കുന്ന സമയത്തും അത് എത്രത്തോളം ആ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തിരിക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അത് ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയല്ല, അത് വളരെ നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല വളരെ വലിയ വലിയ കാര്യങ്ങൾ. ഫ്രഞ്ച് റെവല്യൂഷൻ ആണെങ്കിലും പത്രത്തിൽ നെപ്പോളിയൻ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഐക്കോണിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ നറേഷൻ നടന്നിരിക്കുന്നത്. ബുക്കിൻ്റെ ഒരു റെലവൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം കാലം വളരെയധികം പോപ്പുലറായിട്ടും റെലവൻ്റായിട്ട് നിൽക്കുന്ന ഒരു പുസ്തകം തന്നെയാണത്. കാരണം ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹ്യൂമൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ടും പല കാര്യങ്ങളും ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഇതിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു പുസ്തകം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബുക്കിൽ സംസാരിക്കുന്ന ഒരു ചാപ്റ്ററാണ് നെവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കരിയറിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണത്. കാരണം ഇതിനകത്ത് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, നമുക്ക് മുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, നമ്മുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഒരുപക്ഷെ കറക്റ്റ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഡയറക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെ ഒഫൻഡ് ചെയ്യുന്നതിന് പകരം ആ സിറ്റുവേഷൻ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അത് കരിയർ വൈസ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിലും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലൈഫിൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നിയമങ്ങൾ ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്ന ഒരു പുസ്തകം തന്നെയാണത്. പിന്നെ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ, ഡിസെപ്ഷൻ, അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. ഒട്ടും ബയാസ്ഡ് അല്ലാതെ അത് അങ്ങനെ ആ രീതിയിൽ അതിനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കോൺട്രവേഴ്ഷ്യലായിട്ട് ഈ ഒരു പുസ്തകത്തെ ആളുകൾ കാണുന്നത്. അപ്പോൾ വീഡിയോയുടെ എൻനോട്ട് എന്ന നിലയിൽ ഈ ഒരു പുസ്തകം വായിക്കണോ, അത് വായിക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാവുന്ന, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണത്. കാരണം നമ്മൾ ലൈഫിനെ ഒരു വേറെ രീതിയിൽ നമ്മളിതുവരെ കണ്ടു വന്നിരുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കാണാൻ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണത്. ഒരുപാട് ഇൻസൈറ്റ്സ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള വിസ്ഡം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കിത്
നമുക്കിതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം യൂസ്ഫുൾ, വർത്തായിട്ടാണ് നമ്മൾ വായിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണത്.